മകളെ ഈ മരുന്നല്ല ഞാൻ മറിച്ചോ. അപ്പൊ ഈ കവലെ കൂടി ഇരിക്കുന്ന എല്ലാവർക്കും വണക്കം. ആദ്യം എൻ്റെ ഒരു പാരമ്പര്യം ഞാനൊന്ന് പറയാം. അതായത് നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരം ഓ ഇരിക്കുന്ന വളഞ്ഞിരിക്കല്ലേ, അത് അങ്ങനെ ആക്കിയത് എൻ്റെ അപ്പൂപ്പനാ. അതായത് ഇത് ചതുരത്തിലായിരുന്നു, ഈ സംഭവം ചതുരത്തിലിരുന്നതാ. അപ്പൊ നമ്മുടെ ബ്രിട്ടീഷില് ഇംഗ്ലീഷില് ഇത് ചെയ്ത ആള് അപ്പൂപ്പനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇത് പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്, കോണ് മൂലയൊക്കെ തിരിക്കണം. അപ്പൊ എന്ത് ചെയ്തു, അപ്പൂപ്പനാ ചെയ്യുന്ന അത് വളച്ച് സെറ്റാക്കി അത് റൗണ്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അതൊരു പാരമ്പര്യം. രണ്ടാമത് മഴവില്ല് നേരെ ഇരുന്നതാ, നേരെ ഇരുന്ന മഴവില്ല്. അത് 8 കളറും. പിന്നെ ആൾക്കാരുടെ ഒരു നിർബന്ധപ്രകാരം ഒരു കളർ കുറച്ച് 7 ആക്കി വളച്ച്. പിന്നെ നമുക്കെല്ലാവർക്കും പല അസുഖങ്ങൾ വരുന്നല്ലേ. അതുപോലെ തന്നെ കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, തരിപ്പ്, ചെരുപ്പ്, പരിപ്പ്, സന്ധി വേദന, അതുപോലുള്ള അസുഖങ്ങൾ നമുക്ക് വരും. അതുപോലെ തന്നെ വേറെ അസുഖങ്ങളുണ്ട്. നമുക്ക് 100-ൽ 90 പേർക്കുള്ള ഒരു അസുഖമുണ്ട്. അതായത് ഉറക്കം വരാതെ എടുത്ത് വായിക്കോട്ടെ ഇടുക, ആഹാരം കഴിച്ച് കഴിയുമ്പോൾ ഏമ്പക്കം വിടുക, തലവേദന വരുമ്പോൾ വിക്സ് തപ്പുക, പപ്പടം കാണുമ്പോൾ കൈ ധരിക്കുക പൊടിക്കാനായിട്ട്. ഇങ്ങനെയുള്ള കുറേ അസുഖങ്ങൾ, അത് നഖം വെച്ച് കണ്ടില്ലേ ബ്ലേഡ് തപ്പുക, ഇതുപോലുള്ള അസുഖങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഏത് അസുഖത്തിനും ലൈവായിട്ട് നമ്മൾ ചികിത്സ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കരടിയൊക്കെ നെയ്യ് അന്നേരം എടുക്കുക, അന്നേരം തന്നെ നെയ്യെടുത്ത് നമ്മൾ എന്ന് സംസാരിക്കും. ഈ കരടിയോട് സംസാരിക്കും, അതിനൊരു ഭാഷ ഉണ്ട്, അതെനിക്കറിയാം. ഈ സംസാരിച്ച് കഴിയുമ്പോൾ കരടി എനിക്ക് നെയ്യ് തരും, അത് ഞാനെടുത്ത് ഉപയോഗിക്കും. എല്ലാം നമ്മൾ ലൈവാണ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും പേഷ്യൻ്റുണ്ടെങ്കിൽ കടന്നു വരാം. പരിപാടിയായി ഇവിടെ വേണ്ട. ഇതാരെ സ്വിച്ചിട്ട് വരുന്നേ? ഇതിവിടെ ഉടായ്പ പരിപാടിയാണ്. പൊന്നു നാട്ടുകാരെ ആരും ഇത് വിശ്വസിക്കരുത്, വാങ്ങിക്കരുത്. 8-10 കണ്ടിട്ട്, പക്ഷേ 7-14 നടക്കും. 7-14 ഇരട്ടിയാണല്ലോ ഇത്. പരിപാടി ഇവിടുന്ന് കൊണ്ടോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റത്തില്ല. പച്ചമരുന്ന് ഈ പരിപാടി ഞാൻ ഇതെല്ലാം വലിച്ചു വാരി കളയും. തല്ലും കൊള്ളും മോനെ, മര്യാദക്ക്. അവലെ ഈ പരിപാടി നടക്കത്തില്ല, ഉടായ്പ പരിപാടി നടക്കത്തില്ല. ഉടായ്പ നിങ്ങൾക്ക് പരാതി എന്താണ് പറയൂ? ഞാൻ ഒരു മേശരിയായിരുന്നു. അപ്പം അവിടുന്ന് വീടിന് മണ്ടേന്ന് വീണ അങ്ങനെ പറ്റിയതാ ഈ വളവ്. ഇതുപോലെ നോക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല. ഞാൻ ഈ വക മരുന്നുകൾ വിശ്വസിക്കത്തില്ല. എനിക്കൊരു ഒരു ചേടാ ഇത് എന്തോരു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കൊരു അവസരം തരുമോ? എടോ എത്ര ഞാൻ ചെയ്യാത്ത മരുന്നുകളില്ല, ഞാൻ ചെയ്യാത്ത പോകാത്ത ആശുപത്രികളില്ല. അങ്ങനെ നിരവധി ആശുപത്രിയിൽ കയറി ഇറങ്ങിയിട്ട് പോലും ഇത് ശരിയായിട്ടില്ല. ഒരു കാര്യം, എനിക്കൊരു അവസരം, താങ്കൾ ഇവിടെ നിന്നിരിക്കും, വലിക്കാതെ. കുഴപ്പമില്ല. അവിടെ ഇരിക്കും. ഒന്നിരുന്നേ. നമുക്കൊന്നും നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. നോക്കാം. ആഹാ, ഇത് കൊള്ളാമല്ലോ. അയ്യോ, നിങ്ങളെ കാലം കാണിച്ചു. ഇതിപ്പോ എത്ര വർഷമായി? ഇത് ഞാൻ പറഞ്ഞില്ലേ 7-8 വർഷമായി ഇത് ഇങ്ങനെ ഇരിക്കുന്നു. 7 വർഷമായോ? ഇതെന്താ ചെത്തായിരുന്നോ നേരത്തെ? 2 വർഷം മുമ്പ്. അയ്യോ സോറി, അല്ല ഞാൻ പറഞ്ഞു വന്നതേ. അതായത് ഇത് നമുക്ക് നോത്ത് തരാം. കാലിന്റെ വെള്ളം ചെരുപ്പൂരി കള. ഇനി അടങ്ങിയിരിക്കണം കേട്ടോ. തണ്ടുരുളും തടിയുരുളും തടിമേൻ്റെ ഒരു ചെറുമണി കുരുമുളക് 200 നെറ്റിയില്ല വട്ടേല പപ്പടം ഉത്തരത്തെ ചത്തിരിക്കും താക്കോല്. എന്നിച്ചേ അതല്ല പഴമൊഴിയല്ലയോ ഇത്? അതെന്തോ എല്ലാത്തിനും മൂല കയറി പിടിക്കാൻ നിൽക്കുന്നത്. ചെപ്പിന് അടപ്പില്ല. അതെന്തിനു പറഞ്ഞതാ? പറഞ്ഞോ ഇപ്പൊ കണ്ടോ? കാണിക്കാൻ ഇത് നിങ്ങൾ കണ്ടോ ആൾക്കാരെ? ഇത് ലൈവ് ചികിത്സയാണ്. ഇനി ഒന്ന് എഴുന്നേക്കൂ. ഓ, ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. ചുമ്മാ ഇതൊക്കെ വെറും ഉടായിപ്പ. ഈ മരുന്നൊക്കെ ആരെങ്കിലും വാങ്ങിക്കുമോ? ഇതൊന്ന് ഓടിക്കേ. പിന്നെ ഓടി. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കണ്ടല്ലോ, എല്ലാവർക്കും വിശ്വാസമായി. പറ. കുഴപ്പമില്ല, എന്റെ കാലിന് ഒരു കുഴപ്പമില്ല. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഈ മരുന്ന് എല്ലാരും വിശ്വസിച്ച് വാങ്ങിക്കണം. കാലയിലൊന്നും തൊട്ടു. വേണ്ട, എനിക്ക് പൈസ തന്നാ മതി. പൈസ ഒന്നുമില്ല, ഞാൻ ശിഷ്യനായിട്ട് ഇവിടെ അങ്ങനെ നിന്നോളാം. ഇനി എന്നാലും കുഴപ്പമില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റും. എന്റെ കാലുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചെരുപ്പ് വേണ്ട എനിക്ക്. കള അവിടെ മറ്റേത് കിടക്കുന്നേ. ഇപ്പോഴത്തെ സംഭവം കണ്ടു നമ്മുടെ ഇതെല്ലാം ഉടായ്പാണെന്ന് നമുക്ക് അറിയത്തുള്ളൂ. നീ അഭിനയിച്ച അഭിനയം ഉണ്ടല്ലോ, കഴിഞ്ഞ സർക്കസ് കളിച്ചപ്പോ ഇത് കിട്ടണമായിരുന്നു. എന്താ സെക്കൻഡ് പിടിക്കേണ്ട ഗതികേട് പരിപാടി. പീലിയുടെ കാര്യം എന്തോ? പീലിയുടെ കാര്യം ഞാൻ ഒരു മയിലിനെ കണ്ടു. അന്നേരം അവന്റെ പീലി 2-3 എണ്ണം പറിച്ചോണ്ടിരുന്നപ്പോഴത്തേന്
എങ്ങാണ്ട് മഴക്കോളുണ്ട് ആടണമെന്ന് പറഞ്ഞോണ്ട് ഒറ്റ പോക്ക് പോടാ. ഓ എല്ലാ പീലി എടുത്തു ലാസ്റ്റ് 3 പീലി മാത്രം കൊണ്ട് പറന്നു പോയി. ഞാൻ നോക്കണ ജംഗ്ഷനിൽ നിന്നുണ്ട് സൈഡിൽ നിന്ന് ഞാൻ ആടുന്നു. 3 പീലിയേ ഉള്ളൂ. ഒരൊറ്റ മനുഷ്യരെ മൈൽ ചെയ്യുന്നില്ല മയിലിനെ. ആ മയിലിന് അത് പറഞ്ഞു. അതെന്താറിയോ ഞാൻ പറഞ്ഞത്? എടാ നമുക്ക് തിങ്കളാഴ്ച നമ്മൾക്ക് പീലി തരുന്ന മയിലിന്റെ ഇപ്പം വരുന്നില്ല. ആ പണി മുടക്കാം. വ്യാഴാഴ്ച വരുന്നതോ? വ്യാഴാഴ്ചക്ക് 2 ആഴ്ച സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഒരു കാര്യം ജീവനോട് 2 പേരും പറ. ശനിയാഴ്ച വരുന്ന മയിലിനെ നമ്മൾ സ്ഥിരമാക്കും. നമുക്ക് ആവശ്യത്തിന് പീലിയും തരും, എണ്ണയും തരും. അത് മതി. അങ്ങനെ അത് പോരെ? അത് മതി. നമുക്കിനി വേറെ മയിലിനെ തപ്പി പോകണ്ടല്ലോ. ഓന്റെ കാര്യമില്ല. അപ്പൊ ഒരു കാര്യം പേഷ്യന്റ് ചോറ് കൊണ്ട് ഇവിടെ എന്താ പരിപാടി? കവലയിൽ എന്തോ ഇത്? ഇതാണ് നാട്ടുവൈദ്യ ചികിത്സ. ലാട മരുന്നുകളെല്ലാം എല്ലാത്തിനും കൊള്ളാവോ? എല്ലാത്തിനും കൊള്ളാവോ? എല്ലാത്തിനും കൊള്ളാം. ആരാ? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ അവിടുത്തെ വലിയ പിള്ളേരെല്ലാം ഡാൻസ് കളിക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹം ഡാൻസ് കളിക്കാൻ. പക്ഷെ എന്റെ ശരീരം വഴങ്ങത്തില്ല. അതിനെല്ലാം മരുന്നുണ്ട്. അതിനാണ് മയിലെണ്ണ. ഉണ്ടോ? ഇത് കാണും മയിലെണ്ണ. ഇതെന്തുവാ? എന്റെ 2 തൊള്ളി എണ്ണ എന്റെ കയ്യെ വീണതാ. ആണോ? എന്നെ കുളിപ്പിക്കുക. എന്നെ വഴക്കാം. ഈ എന്റെ എണ്ണയിൽ എത്ര പേര് ഡാൻസ് കളിച്ചേക്കുന്നു. നമ്മുടെ ഇംഗ്ലീഷ് കളിക്കുന്ന കൈമൾ ജാക്സൺ. ജാക്സണോ? അതാരാ? മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ. അത് പുള്ളിയെ ഞാനാ പഠിപ്പിച്ചേ. അതുപോലെ പ്രഭ. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് പ്രഭ ചേച്ചിയോ? ഞാൻ പ്രഭേനെ വിളിക്കത്തുള്ളൂ. അതുപോലെ പുള്ളിയുടെ ഡാൻസ് ശ്രദ്ധിച്ചുണ്ടോ? അതുപോലെ നമ്മുടെ മലയാളത്തിൽ മമ്മൂക്ക രാജമാണിക്യത്തിൽ ഒരു ഡാൻസ് കളിച്ചോ? ശകല എണ്ണേ ഞാൻ കൊടുത്തുള്ളൂ. അതിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. എനിക്കൂടെ തരും. എല്ലാം തരാം. അങ്ങനെ ഷുഗറിനുണ്ടോ? ഷുഗറിന് മരുന്നുണ്ട്. എന്റെ അച്ഛന് ഷുഗറിന്റെ അസുഖമുണ്ട്. അയ്യോ അതെന്താണെന്നറിയോ? മുക്കുത്തി ഇല്ലയോ? അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കണം. അമ്മയുടെ മൂക്കുത്തി എടുക്കണോ ചേച്ചിയുടെ മൂക്കുത്തി എടുക്കണോ? അപ്പച്ചിയുടെ വയറ്റിലെ അപ്പച്ചിയുടെയോ? ഞാൻ അതല്ല പറഞ്ഞു. മുക്കുത്തി എന്ന് പറഞ്ഞ ചെടിയാ. അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കണം. ചോറ് മാറുമോന്നോ? എന്താ ചോദ്യമാണോ ചോദിച്ചേ? പൈസ തരണോ? ഞാൻ പിന്നെ പൈസ തരണ്ടേ? ഞാൻ അച്ഛന് ചോറും കൊണ്ട് പോവാ. അതാ അല്ല ഞാൻ അച്ഛനോട് പൈസയുണ്ട്. അച്ഛനെ ജോലിക്ക് പോകത്തില്ല. ദേഷ്യം. അമ്മ ജോലിക്ക് പോകാൻ പറഞ്ഞാൽ ദേഷ്യം. അതുകൊണ്ട് പോകത്തൊന്നുമില്ല. അന്നെ മനങ്ങി വന്നടാ. മറ്റേ കിഴങ്ങനാ അന്ന് സർക്കസിന്റെ ഇടയ്ക്ക് കയറി വന്നു. അവന്റെ പൈസ കുറച്ചുകൂടെ മേടിക്കാം. എന്നിട്ട് എന്തുവാ ഇപ്പൊ അമ്മയുടെ കൂടെ കൂട്ടിന് പോകും. ഒരു വീട്ടിൽ പോകും. അമ്മയുടെ കൂടെ രാവിലെ പോകും. അപ്പത്തേക്ക് ഞാൻ ചോറും കൊണ്ട് പോകും അച്ഛന്. അപ്പൊ അമ്മയ്ക്ക് ചോറ് ആ വീട്ടിൽ നിന്ന് കൊടുക്കും. അച്ഛന് കൊടുക്കത്തില്ല. ആ മോലാളി പറയും പണി ചെയ്യാത്തവന് ചോറ് കൊടുക്കത്തില്ല. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കെട്ടിക്കൊണ്ട് പോകും. നിങ്ങൾക്ക് ഒരു സംഭവം അറിയാവോ? ഇല്ല. അമ്മ പറയും അടുത്ത മാസം ഓണമാ മനുഷ്യ പണിക്ക് പോണേന്ന് പറയും. അത് കേട്ട് ഇപ്പം കലണ്ടർ മേടിക്കുമ്പോ ഓണത്തിന്റെ പേജ് അങ്ങ് വലിച്ചെറി കളയും. 2 വർഷം കൊണ്ട് എന്റെ അമ്മ വിചാരിക്കുന്ന ഓണം ഇല്ലെന്നാ. ഓണം നിർത്തി വിചാരിക്കുക. എന്താ ഞാൻ പറ്റും? ഈ 2 പേരും പണിക്ക് പോകത്തില്ല. ഞാനും അച്ഛനും കൂടെ. എന്റെ ദൈവമേ. ഈ എപ്പം ഒന്ന് നിർത്തിയെങ്കിൽ ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്തോ പിന്നെ പുള്ളിക്ക് കരടിക്ക് മുട്ട വേണമെന്ന്. ഏത് കരടിക്കാ? ആ കരടിക്ക് മുട്ട കൊടുക്കട്ടെ? കൊടുക്കുന്നല്ല. എന്റെ ഒരു മുട്ട എന്റെ ആണേ. ഈ പഴുത്തി സ്വർണ്ണമോതിരം ഉണ്ടോ? ഏത് പഴുത്തി? ഈ പഴുത്തി എന്തോ ഇത്? അയ്യോ ഇത് പാളാന്തോടൻ പഴവാ, അല്ലാതെ പാളാന്തോടൻ ജൂവലറി അല്ല. അല്ല നിങ്ങൾ ഇത് ഞാൻ ഒരു ദിവസം ഇറങ്ങിയപ്പോഴേ കവല ഇറങ്ങിയപ്പോ നിങ്ങളെ പോലെ നിങ്ങളല്ലേ അവർക്ക് മുടിയില്ല. ഇതിനകത്ത് മുടിയുണ്ടല്ലോ. മുടിയുണ്ട്. ഇതുപോലെ എന്റെ നിശ്ചയം വെച്ച മോതിരം പഴത്തിനകത്ത് കിട്ടുമെന്നും പറഞ്ഞു എന്റെ നിങ്ങൾ മേടിച്ച്. ഞാൻ കാണുന്ന പഴത്തി മൊത്തം ഇപ്പം ആ മോതിരം കിട്ടിയില്ലയോ? ഇല്ല. അവർ അവസാനം ഫോണിൽ വിളിച്ച് എന്റെ കല്യാണവും മുടക്കി. വേറെ കല്യാണം ശരിയാക്കി എനിക്ക്. ശരിയായോ? പക്ഷെ ഒരു കാര്യം, താലി കെട്ടുന്ന കാര്യം എന്റെ കൈ അങ്ങ് വിറയ്ക്കും. താലി കെട്ടുമ്പോ ആന് മരുന്ന് വല്ലതും ഉണ്ടോ? താലി കെട്ടുമ്പോ കൈ വിറയ്ക്കുന്നേ ഉണ്ടോ? ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഉണ്ടോ? എനിക്ക് അറിയാം. ഈ താലി കെട്ടും എവിടെ കയറി പോടി അങ്ങോട്ട് പോകുന്നു. അല്ല വിളിക്കണ്ടേ ആരെയാന്ന്? എനിക്ക് താലി കെട്ടാൻ നേരത്തെ കൈവിറക്കം ഉണ്ടായിരുന്നു. അതേ മരുന്ന് തന്നെ ഈ പുള്ളിക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ വലിയ ചെയ്തോ. മോനെ മരുന്നുണ്ടാക്കളെ. അത് കഴിക്കണ്ട. അതൊരു പ്രവൃത്തി. അത് നീ ചെയ്താ മതി. ജോലിക്ക് പറയല്ലേ? ജോലിക്ക് പോകുന്നതിനോട് പറയത്തല്ലേ, പേടിക്കണ്ട. നീ തല്ലിക്കൊന്നാലും പോകരുത്. നിങ്ങൾ ഞാൻ പറയാം. അതായത് ഇവന്റെ കൈ വിറയ്ക്കുമല്ലായിരുന്നു ഇവനെ. എന്റെ കല്യാണത്തിന് ഇവനെ തുള്ളുവായിരുന്നു. കൊച്ചിലാളന്റെ കയ്യോ? കൊച്ചിലാളൻ കേട്ടോ. ഇവന്റെ കൈ വിറച്ചപ്പോ ഇവനൊരു ബുദ്ധിപരമായിട്ടൊരു പരിപാടി ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ബംഗാളിയെ കൂലിക്ക് നിർത്തി. ബംഗാളി ആ താലി കെട്ടിയെ 500 രൂപയ്ക്ക് അവർ താലി കെട്ടി കൊടുത്തു. അപ്പോൾ ഇവന്റെ അച്ഛന് കരയാൻ വയ്യായിരുന്നു. ബംഗാളിയെ കൂലിക്ക് നിർത്തി. അല്ല വെടിക്കെട്ടായിട്ട് കരഞ്ഞു കൊടുത്തു 1000 രൂപ. എങ്ങനെയാ കരഞ്ഞ ബംഗാളി? കണ്ട കളി കണ്ട. നിനക്ക് ആ വാടിയൊന്ന് ചിന്തിച്ചു നോക്ക്. പെണ്ണിന്റെ പേരെന്തുവായിരുന്നു? ജർമ്മനി. ജർമ്മനിക്കാരിയാണോ? ജർമ്മനി. പെണ്ണുമ്പോൾ എന്ത് ചെയ്യും ഇപ്പൊ? ബംഗാളില്
ബംഗാളിയിലോ ഇതിന് അവിടെ പോയി നിൽക്കുന്നേ? ബംഗാളി അല്ലേ ഇവിടെ താലി കെട്ടിയേ? അപ്പൊ ഭർത്താവാരാ? ഇവന്. ഭാര്യക്കണ്ടേ? ഇവനെന്താ പൊട്ടനടാ? താലി കെട്ടിയത് ആരാ? ബംഗാളി. പെണ്ണ